ഗുഡ് മോർണിംഗ്. നാൻസി എന്താ ഇന്ന് പതിവില്ലാതെ ഓഫീസിലൊക്കെ? നാൻസി, നീ എന്താ ഇവിടെ? നിങ്ങൾക്ക് എന്താ ഇവിടെ നേരത്തെ അറിയാമോ? ഞങ്ങൾക്ക് നാൻസിനെ നേരത്തെ തന്നെ അറിയാം. എന്റെ അനിയത്തി ആമിയുടെ കൂട്ടുകാരിയാ നാൻസി. ചേച്ചിമാരെ, ഇതെന്റെ പപ്പയുടെ കമ്പനിയാ. അല്ല, ആമി ഇപ്പൊ എന്ത് ചെയ്യുന്നു? നീ അപ്പോ ബാങ്ക് പീഡി സാറിന്റെ മോളായിരുന്നല്ലേ? അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇടി ആമിക്കൊക്കെ ജോലി കിട്ടി. നീ ഇവിടെയാണോ വർക്ക് ചെയ്യണേ? ജെനി ചേച്ചി, ഞാൻ ഇവിടെ തന്നെയാ വർക്ക് ചെയ്യണേ. ഇവിടെ പപ്പയ്ക്കൊരു ഓഫീസ് ഉള്ളപ്പോ ഞാൻ വേറെ കമ്പനിയിലേക്ക് എന്തിനാ പോന്നേ? പിന്നെ പപ്പ നിങ്ങളെ എല്ലാരും അന്വേഷിക്കണ്ട. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഓ, ഇനി സാർ എന്താണോ പുതിയതായിട്ട് കരുതി വെച്ചേക്കുന്നേ? പാടാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നും ഇല്ലാന്നേ. വാ, എല്ലാരും വാ. നിനക്ക് പിന്നെ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. എനിക്ക് ഉറപ്പാ നിങ്ങക്ക് എന്തായാലും ഈ സർപ്രൈസ് ഒത്തിരി ഇഷ്ടപ്പെടും. വാ. എങ്ങനെ പോകുന്നു മക്കളെ വർക്കൊക്കെ? വർക്കൊക്കെ നന്നായിട്ട് പോകുന്നു സാർ. സാർ എന്തിനാ വിളിപ്പിച്ചത്? മറ്റൊന്നുമല്ല മക്കളെ, നിങ്ങളുടെ ടീമിലേക്ക് ഒരാളും കൂടി ഉണ്ട്. എന്താ സാർ, ഇനി ഒരാളും കൂടിയോ? ഞങ്ങൾ ഇത്രയും പേര് പോരെ സാർ? നാൻസി, നീ ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പപ്പ തന്നെ അങ്ങ് പറഞ്ഞാ മതി. ശരി, ഞാനെന്നാ ആ കുട്ടീനെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാം. ഇനി ആരാണാവോ വന്നത്? അതിനെക്കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ പേടിക്കണ്ട. വന്നയാൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മോളെ കേറി വാ. നല്ല കുട്ടി. ഓ, അപ്പൊ ഇതാണോ ആമി? ഇതാണ് ഞങ്ങളുടെ അനിയത്തി ആമി. എന്താ മക്കളെ ഇങ്ങനെ കിളി പോയതുപോലെ നിക്കുന്നേ? അതുണ്ടല്ലോ പപ്പ, ആമി ഇവിടെ കണ്ടത് അവര് തീരെ പ്രതീക്ഷിക്കാത്ത കാര്യമായി പോയി. നാൻസി പറഞ്ഞോണ്ടാ ആമി വന്ന കാര്യം നിങ്ങളോട് ഞാൻ പറയാത്തത്. എന്നാലും ആമി, ഒരു വാക്ക് നിനക്ക് ഈ ചേച്ചിയോട് പറയാറുന്നില്ലേ? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാത്തത്. ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയി പോയി മോളെ. ഇനി ഇവളും നിങ്ങളുടെ ടീമിലായിരിക്കും. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല സാർ. ആമി ഞങ്ങളുടെ ടീമിലുള്ളതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ശരി സാർ. ആമി, നമ്മൾ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇതൊക്കെ എന്താ ആമി? അകത്തേക്ക് അകത്ത് ഇതിലും സൂപ്പറാ. റാമേടാ, എല്ലാവർക്കും സെപ്പറേറ്റ് റൂമൊക്കെ ആയില്ലേ? എല്ലാവർക്കും സെപ്പറേറ്റ് റൂം ആക്കിയിട്ടുണ്ട്. എല്ലാരും വാ. ആമി, നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടോ? അതെന്ത് ചോദ്യ ജെനി, അവക്ക് ഇവിടെ ഇഷ്ടപ്പെടാതിരിക്കൂ? അതെ, എനിക്ക് ഈ വീടും ഈ സ്ഥലവും നിങ്ങളൊക്കെ എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അമിക്ക് ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടല്ലേ? അതെന്താടാ നീ ആമി കൊച്ചിനോട് മിണ്ടാത്തെ? ഇത്രയും നാളെ സാമിന് ആരും മിണ്ടാനില്ലെന്ന് പറഞ്ഞായിരുന്നു പരാതി. ഇപ്പൊ ആള് വന്നപ്പോ സാമോട്ട് മിണ്ടുന്നുമില്ല. അതിന് നിങ്ങൾ ആദ്യം ഒന്ന് സംസാരം നിർത്തിയാലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നാ നീ ഒരു കാര്യം ചെയ്യ, ആമീനെ ചെന്ന് അവളുടെ റൂമൊക്കെ കാണിച്ചു കൊടുക്ക. വാ ആമി. ഇനി ഞാൻ ആർക്കെങ്കിലും റൂം കാണിച്ചു കൊടുക്കണോ? നീ തൽക്കാലം ആർക്കും റൂം കാണിച്ചു കൊടുക്കണ്ട. ആദ്യം നീ റൂമിൽ പോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഞങ്ങള് റൂമിലേക്ക് പോവാം. ഗുഡ് നൈറ്റ് മിയ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് വിച്ചു. സഞ്ജു, റാം, ഗുഡ് നൈറ്റ്. അപ്പൊ ശരി ജഗ്ഗു, നിങ്ങൾ ചെന്ന് കിടന്നുറങ്ങിക്കോ. റാം, നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഇല്ലല്ലോ, എന്തായിരുന്നു? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. എന്നാ ശരി, പോവാ. ആമി, ഇതാ തന്റെ റൂം. എന്നാ ശരി ആമി, ഞാൻ പോവാ. ഈ റൂം കൊള്ളാലോ. എന്റെ റൂം ഇതാണോ? അടിപൊളിയാണല്ലോ. അവരൊക്കെ കിടന്ന് കാണാം. എന്നാ ഞാനും കിടക്കട്ടെ. എന്ത് രസം ക്ലൈമറ്റ് ഒക്കെ കാണാൻ. ഹലോ മിയ, താനെന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല. അല്ല, വിച്ച് എന്തിനിപ്പോ വന്നേ?
ഞാൻ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ താനിവിടെ ബാൽക്കണി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചുമ്മാ വന്നതാ. ശോ, കിടന്നിട്ടോട്ട് ഉറക്കം വന്നില്ല. താഴെ ചെന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാം. ഇതാരെ ഈ അസമയത്ത് പുറത്ത് വയ്ക്കുന്നേ? അത് ആമിയല്ലേ? ഓ, ഈ മൊയിലുകുഞ്ഞായിരുന്നോ? എനിക്ക് ഉറക്കം വന്നില്ല, അതാ ഞാൻ പുറത്തു വന്നേ. ഒത്തിരി നേരം ഇവിടെ നിൽക്കണ്ട ആമി, അകത്തേക്ക് വാ, നമുക്ക് പോവാം. എനിക്ക് ബോറടിക്കണം, ഞാൻ വന്നില്ല, ഞാൻ ഒന്ന് നടന്നിട്ട് വരാം. ഈ രാത്രിയിൽ ഇപ്പം എങ്ങോട്ടും നടക്കാൻ പോകണ്ട, കയറുവാ. എൻ്റെ ഇവിടെ നീ കയറി വന്നേ. ചു, ഇതേ നോക്കിയേ, അത് സാമു ആമിയല്ലേ? അവരെന്താ ഈ രാത്രിയിൽ അവിടെ ചെന്ന് നിൽക്കുന്നേ? വാമിയ, നമുക്ക് അവജടുത്തേക്ക് എല്ലാം. ആമി, സാം, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ നിൽക്കുന്നേ? അത് ഈ സമയത്ത്? എന്താ രണ്ടും കൂടി ഇവിടെ പരിപാടി? ഞാൻ താഴെ വെള്ളം കുടിക്കാൻ വന്നപ്പോഴേ ആമി പുറത്ത് നിൽക്കണ കണ്ടു, അതുകൊണ്ട് ആമിയോട് എന്താ ഇവിടെ നിൽക്കുന്നേ ചോദിക്കാൻ വന്നതാ. ഇവിടെ എന്താടാ ഒരു ശബ്ദം? ആടെ ഞാനും കേട്ടൂടാ. ആ ശബ്ദം എവിടുന്നാടെ കേട്ടെ? ആ ശബ്ദം കാട്ടീന്നല്ലേ കേട്ടെ? നമുക്ക് അവിടെ വരെ ഒന്ന് ചെന്ന് നോക്കിയാലോ? വാ, നമുക്ക് അവിടെ ചെന്ന് നോക്കാം. അത് വേണോ വെച്ചു? എനിക്ക് പേടിയാവുന്നു.